വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നിസ്സാരമാണെന്ന് നമ്മൾ ആരും കരുതാറില്ല. നമുക്കറിയാം, വെറുതെ വീട്ടമ്മയായിരിക്കുന്ന ഒരു അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി ഒരിക്കലും പറയില്ല എൻ്റെ ഈ വീട്ടമ്മയായിരിക്കുന്ന അവസ്ഥ വളരെ നിസ്സാരമാണെന്ന്. അമ്മമാരുടെ പരിദേവനം, വീട്ടമ്മമാരുടെ പരിദേവനം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ആരും അറിയുന്നില്ല എന്നാണ്. എന്നാൽ അപ്പന്മാരുടെ അവസ്ഥ, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന അമ്മമാരും അച്ഛന്മാരും, അവരുടെ അവസ്ഥ അവരുടെ ജീവിതത്തിലെ തൊഴിലും വീടും ഇതെല്ലാമൊക്കെയായി മുന്നോട്ട് പോകുവാനായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള പരിദേവനങ്ങളാണ്. ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, വിവാഹം കഴിക്കാത്തവരാണെങ്കിലും, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും, ഏകസ്ഥരാണെങ്കിലും, ആരെക്കുറിച്ച് നമ്മൾ ചോദിച്ചാലും നമ്മളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യ ബാഹുല്യങ്ങളും നമ്മളെ അലട്ടുന്നതിൻ്റെ ഒരു വേദന എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ ജീവിതത്തിലെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെ, ശുശ്രൂഷകളെ, നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രവൃത്തികളെയും എങ്ങനെ സമന്വയിപ്പിക്കാമെന്നതിനെക്കുറിച്ച് ആണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എങ്ങനെ രൂപപ്പെടുത്താമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ചില സ്കൂളുകളിലെ അധ്യാപകർ, ചില ഇടവകകളിലെ പ്രവർത്തകർ, ഇവരെയൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ, ഇവരിലൊക്കെ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഇവരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു പരാതി, ഒരു പരിദേവനം എല്ലാവരുടെയും വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. സൺഡേ സ്കൂളാവട്ടെ, BCC കുടുംബ കൂട്ടായ്മകളാകട്ടെ, വലിയ ഉദ്യോഗ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാകട്ടെ, ഇവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പരിദേവനം, എൻ്റെ ജോലി ഭാരം എന്ന് പറയുന്ന പരിദേവനം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതെങ്ങനെയാണ് നമ്മൾ നേരിടുക? ഏറ്റവും ലളിതമായ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഏറ്റവും പ്രധാനമായ, ആദ്യമുണ്ടായിരിക്കേണ്ട മനോഭാവം വളരെയധികം ശ്രദ്ധിക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും. സങ്കീർത്തനങ്ങൾ 37:4 ഇങ്ങനെ പറയാം: നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രിയമുള്ളവരെ, എത്ര വലിയ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ആ ജോലിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളാണ്, എത്ര വലിയ പ്രോജക്റ്റ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളാണെങ്കിലും, നമ്മുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ്. നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. മികച്ച ഉത്തരവാദിത്തങ്ങൾ കിട്ടുക, അതെല്ലാം നന്നായി നടക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത്, നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സ്വഭാവം നിനക്ക് വേണമോ? അതിനെയാണ് ഇച്ഛാശക്തി എന്ന് മലയാളത്തിൽ പറയുന്നത്. എന്താണ് ഇച്ഛാശക്തി? ആഗ്രഹങ്ങൾ സാധിക്കുക, ഇച്ഛ സാധിക്കുക, അതാണ് ഇച്ഛാശക്തി. അതിനുള്ള കഴിവ് ഒരാൾക്കുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിച്ചുവല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വിഷമമില്ലല്ലോ. നമ്മളൊരു വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യം ചെയ്യുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ നമ്മൾ വിജയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ഛാശക്തിയുണ്ട്. ഇടവകയിൽ ഇത് സംഭവിച്ചാൽ, കുടുംബത്തിൽ ഇത് സംഭവിച്ചാൽ, തൊഴിലിടത്തിൽ ഇത് സംഭവിച്ചാൽ നമുക്ക് ഹാപ്പിയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നു. നല്ല ഇച്ഛാശക്തിയാണ്. ആളുകൾ പറയും വിൽ പവർ. ഇത് ലോക മനുഷ്യർ പറയുന്ന വാക്കാണ്, വിൽ പവർ. എന്നാൽ ദൈവം പറയുന്നു, മനുഷ്യർ പറയുന്ന ആഗ്രഹങ്ങളെ സാധിക്കുവാനുള്ളൊരു സൂത്രം ദൈവം പറയുകയാണ്: കർത്താവിൽ ആനന്ദിക്കുക. ഇത് അടിസ്ഥാനമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മളുടെ പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ആദ്യ മാർഗം എന്ന് പറയുന്നത് ആനന്ദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വെറുതെ ആനന്ദിക്കുകയല്ല, കർത്താവിൽ ആനന്ദിക്കുക. എന്നാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പിശാച് ചെയ്യാറുണ്ട്. അതായത്, വളരെ ഹെക്ടിക് പ്രഷറൊക്കെ അനുഭവിക്കുന്ന ആളുകൾ പിശാച് ലോകത്തിൽ ആനന്ദിക്കാൻ അവരെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും.
നിൻ്റെ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ നീ ഈ ആനന്ദം സ്വീകരിക്കുക. അങ്ങനെയാണ് ചിലർ മദ്യത്തിൽ, പാർട്ടികളിൽ, ചിലർ ഈ മദ്യ പാർട്ടികളിൽ, ഡാൻസ് പാർട്ടികളിൽ, അല്ലെങ്കിൽ തിന്മയുടെ ഓരോ സ്ഥലങ്ങളിൽ, തിന്മ കാണുന്നതിൽ, തിന്മയിൽ വ്യാപരിക്കുന്നതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്നത് ഈ പ്രഷർ ഒന്ന് റെഡ്യൂസ് ചെയ്യാനാണ്. അത് പിശാചിൻ്റെ സൂത്രമാണ്. കാരണം ദൈവത്തിൻ്റെ സൂത്രം ഇവിടെ കിടക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ സൂത്രം? നിങ്ങൾ ദൈവത്തിൽ ആനന്ദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിക്കും. പക്ഷെ പിശാച് പറയുന്നത് നിങ്ങൾ ആനന്ദിക്കണം, പക്ഷെ നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കരുത്. ദൈവത്തിൽ ആനന്ദിച്ചാൽ നമ്മളുടെ കാര്യങ്ങളും ഭംഗിയാകും, നമുക്ക് ആനന്ദവും കിട്ടും. എന്നാൽ പൈശാചികമായി ആനന്ദിച്ചാൽ നമ്മൾ പിശാചിൻ്റെ അടിമയുമാകും, നമ്മളുടെ കാര്യങ്ങളിലെല്ലാം അവൻ തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യൻ എപ്പോഴും കേൾക്കുന്നത് പിശാചിൽ ആനന്ദിക്കുക എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ ഉപദേശമാണ്. എന്നാൽ സ്വന്തം ജീവിത പ്രാരാബ്ധങ്ങളും ഭാരങ്ങളുമായി അലയുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിനക്ക് ഇച്ഛാശക്തി വേണമോ, നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കണമോ, നിന്റെ കാര്യങ്ങളെല്ലാം നടക്കണമോ, നീ ആദ്യം പഠിക്കേണ്ടത് ദൈവത്തിൽ ആനന്ദിക്കുവാനാണ്. ഒരു വീട്ടമ്മ രാവിലെ ദൈവത്തെ ആനന്ദിച്ചുകൊണ്ട്, ബലിയർപ്പിച്ചുകൊണ്ട്, ജീവിതത്തിൽ ആരാധന നടത്തിക്കൊണ്ട്, വചനം വായിച്ചുകൊണ്ട്, ഉത്സാഹത്തോടെ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ആ ആനന്ദത്തിൽ തൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ, ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടേണ്ട എല്ലാ മാർഗങ്ങളും ദൈവത്താൽ പരിഹരിക്കപ്പെടുകയും നടക്കേണ്ട അത്ഭുതങ്ങൾ നടക്കുകയും തുറക്കേണ്ട വാതിലുകൾ തുറക്കുകയും ചെയ്യും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇസ്രായേൽ സമൂഹത്തിൽ ഏറ്റവും വലിയ വിജയങ്ങൾ നേടുകയും പ്രതിസന്ധികളെ അതിജീവിക്കുകയും ചെയ്ത ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ദൈവത്തിൽ ആനന്ദിക്കുക എന്നത്. മതിമറന്ന് ദൈവത്തിൽ ആനന്ദിക്കുന്ന ആളായിരുന്നു ദാവീദ്. ആഹ്ലാദിച്ച് പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരാളായിരുന്നു ദാവീദ്. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരാളായിരുന്നു, അതിൽ ആനന്ദിക്കുന്ന ഒരാളായിരുന്നു ദാവീദ്. പ്രിയമുള്ളവരെ, ദാവീദിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന രഹസ്യം ഇതാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനമായ ഘടകമാണ്. എന്നാൽ ഇതിന് വിപരീതമായി പിശാച് നമ്മളിൽ ദുഃഖമുണ്ടാക്കാനാണ് ശ്രമിക്കുക, നമ്മളോട് പരിദേവനം പറയാനാണ് ശ്രമിക്കുക, ആനന്ദത്തെ ഇല്ലാതെയാക്കുവാനാണ് പിശാച് നമ്മളോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ബാഹുല്യത്തെയും വിഷമതകളെയും കുറിച്ച് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ്? നമ്മൾ ആനന്ദിക്കരുത്, ആനന്ദിച്ച് നമ്മൾ വിടുതൽ പ്രാപിക്കരുത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിളിച്ചു വരുത്തരുത്. അതുകൊണ്ട് ഇന്ന് ആനന്ദത്തെ കെടുത്തുന്ന എന്ത് ചിന്തയാണോ മനസ്സിലുള്ളത് അത് മാറ്റുക. അതിന് വിപരീതമായ ദൈവവചനം പഠിക്കുക, അത് ആവർത്തിച്ച് പറയുക, എന്നിട്ട് പറയുക, ഇത് എൻ്റെ ആനന്ദത്തെ കെടുത്തത്തില്ല. കാരണം ഞാൻ ആനന്ദിക്കുന്നത് ഈ വിഷയം നടക്കുന്നത് കൊണ്ടല്ല, ഞാൻ ഈ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴല്ല, ഞാൻ ആനന്ദിക്കുന്നത് കർത്താവിലാണ്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ, 6 മാസം പ്രായമുള്ള 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ, ആ വീട്ടിലെ അമ്മയ്ക്കും വീട്ടുകാർക്കും നിൽക്കപ്പൊറുതിയില്ലാത്ത തൊഴിലും പ്രശ്നങ്ങളും, അല്ലെ, ഒരു ബിഗ് പ്രോജക്റ്റാണ് ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത്. എത്രയോ പ്രതിസന്ധികളാണ്. പക്ഷെ ആ വീട്ടിൽ ആരുടെയെങ്കിലും ആനന്ദം നഷ്ടമാകുന്നുണ്ടോ? ആ കുഞ്ഞ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനും കുഞ്ഞിനെ കളിപ്പിക്കാനും, ഈ കുഞ്ഞിൻ്റെ കുട്ടിത്തമാണ്, കുട്ടിപ്രായമാണ് അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം. ഈ അമ്മ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നു ആ സമയത്ത്, പക്ഷെ അതെല്ലാം ആനന്ദമാണ്. കാരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞാണ് ആനന്ദത്തിൻ്റെ കാരണം. മറ്റു കാര്യങ്ങൾ നടക്കുകയോ പ്രതിസന്ധികളെല്ലാം അമ്മ ഏറ്റെടുക്കുകയാണ്, കാരണം ഈ കുഞ്ഞ് ആനന്ദത്തിൻ്റെ കാരണമാണ്. അതുപോലെ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം ദൈവമാണ്. നമ്മുടെ പ്രോജക്റ്റുകൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ അതൊന്നും എൻ്റെ ആനന്ദത്തിൻ്റെ തടസ്സമല്ല. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്നൊരാൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഈ നടക്കാതെ പോയ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലാണ്. അതുകൊണ്ട് നന്നായിട്ട് മതിമറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുക, ചിരിക്കാൻ പഠിക്കുക, ആനന്ദിക്കാൻ പഠിക്കുക. എത്രയും ദുഃഖകരമായ സാഹചര്യത്തിലാണെങ്കിലും അതിൽ നിന്ന് മാറരുത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ആനന്ദവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടത്, സുഭാഷിതങ്ങൾ 16:3 നമുക്കറിയാം, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നമ്മുടെ പ്രയത്നങ്ങളെല്ലാം നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കണം. ഉദാഹരണത്തിന്, ഈ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് ആ മനസ്സുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെ ചെയ്യുക. അതായത് ജോലി ചെയ്യാൻ പോകുന്നവർ
ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആ കട നഷ്ടത്തിലാണെങ്കിലും ഇയാളുടെ ആനന്ദത്തെ അത് ബാധിക്കത്തൊന്നുമില്ല. ആ മാസം മുതലാളിക്ക് കാശുണ്ടായില്ലെങ്കിലും തൻ്റെ വരുമാനവും ശമ്പളവും കൃത്യമായി കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കൊരു കുഴപ്പമില്ല. ആർക്കാണ്? ഈ തൊഴിലാളിക്ക്. തന്നെ ഏൽപ്പിച്ച തൊഴിലൊക്കെ വളരെ ഭംഗിയായി ചെയ്ത് വരുന്നവരുടെ മുമ്പിലെല്ലാം ചിരിച്ച് കാണിച്ച് ആ ജോലി അയാൾ ഭംഗിയായി ചെയ്യും. ശരിയല്ലേ? ആണ്. കാരണം എന്താണ്? ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ മുതലാളിയുടേത് മാത്രമാണ്. ഞാൻ എൻ്റെ ഈ ഒരു ജോലി ചെയ്യുന്നേ ഉള്ളൂ. അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള വിജയമോ പരാജയമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയല്ല. കാരണം അതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് ആ മുതലാളിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ മാനേജറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും തൊഴിലിടങ്ങളിലെ പ്രഷർ നമുക്ക് അവിടെ നിന്ന് ഇട്ടിട്ട് പോരാൻ തോന്നുന്നത്, അഥവാ അവിടെ വിട്ടിട്ട് പോരാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയേണ്ടത്, കർത്താവ് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും. നമ്മളെല്ലാ കാര്യവും കർത്താവിന് വേണ്ടി ചെയ്യുക. കർത്താവിന് വേണ്ടി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മളല്ല അതിനെക്കുറിച്ച് ദുഃഖിതരാവേണ്ടത്, അസ്വസ്ഥരാവേണ്ടത് കർത്താവിന് വിട്ടേക്കുക. ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്, ഞങ്ങളൊരു വലിയ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഏതാണ്ട് 1000-ലും മേലെ ചെറുപ്പക്കാരൊക്കെയുള്ള, എനിക്ക് പ്രവർത്തിച്ചധികം പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അനേകം വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്തായ ഒരു ചെറുപ്പക്കാരൻ വൈദികനും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഞാനായിരുന്നത് കൊണ്ട് വളരെ സമാധാനമായിട്ടാണ് ഞാൻ എല്ലാ പ്രോജക്റ്റുകളും ചെയ്യുക. സാധാരണ അങ്ങനെയാണ്. കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യും. പക്ഷേ എങ്കിലും എപ്പോഴും സമാധാനത്തിലാണ് നമ്മളുടെ പ്രോഗ്രാമുകളിൽ ഞാൻ ആയിരിക്കുക. ഒരിക്കലും അസ്വസ്ഥമാവുകയോ ആളുകളുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശോഭിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. എല്ലാവരുമായിട്ടും വളരെ സ്നേഹം, അങ്ങനെ ഒരു വളരെ സന്തോഷത്തിലായിരിക്കും ഞങ്ങളുടെ കാര്യങ്ങൾ. എന്നാൽ അന്ന് എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലവും അവിടെ വന്ന വോളണ്ടിയേഴ്സിൻ്റെ രീതികളുമൊക്കെ എല്ലാവരും നമ്മൾക്ക് പരിചയമുള്ളൊരു രീതിയിൽ പെരുമാറുന്നവരല്ല. അതിനകത്ത് 1-2 പേര് ഈ പെട്ടെന്ന് അസ്വസ്ഥമായിട്ട് സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു സമയത്ത് 1-2 വോളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു സംസാരവും രീതികളും എന്നെ പെട്ടെന്നൊന്ന് അസ്വസ്ഥനാക്കി. അപ്പോൾ ഇതിൻ്റെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ്ങിന് ഇവരൊക്കെ ഒരു തടസ്സമാകുമോ എന്നൊരു ചിന്ത എന്നെ ആകുലപ്പെടുത്താൻ തുടങ്ങി. ഈ സമയത്ത് ഞാനൊന്ന് അസ്വസ്ഥനാവുകയും ആ ഒരു 5-10 മിനിറ്റ് ഞാൻ ആ സമയത്ത് എൻ്റെ പ്രവർത്തികളെ പെട്ടെന്ന് ആ അസ്വസ്ഥത ബാധിക്കുകയും ചെയ്തു. എൻ്റെ മുഖത്ത് ഈ അസ്വസ്ഥത കാണാൻ പറ്റുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോസഫ്, നീ അസ്വസ്ഥനാണെന്ന് കാണുന്നുണ്ട്, നീ ഈ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, ഇത് കർത്താവിൻ്റെ കാര്യമാണ്, നീ ഇതിനകത്ത് അസ്വസ്ഥമാകേണ്ട കാര്യമൊന്നുമില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് കൈ തന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോയി. കാര്യം അച്ഛനും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ ഒരൊറ്റ സെക്കൻഡാണ് ഒരു സുഹൃത്തിൻ്റെ, വൈദികനായ ഒരു സുഹൃത്തിൻ്റെ പെട്ടെന്നുള്ള ഉപദേശം എന്നെ പെട്ടെന്ന് സ്വതന്ത്രനാക്കി. കാരണം അതിൽ സ്വല്പം മുമ്പ് ഞാനത് എൻ്റെ കാര്യമായിട്ട് എടുത്ത ഒരു നിമിഷമായിരുന്നു, ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന ഈ കാര്യത്തിൽ ഇവർ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയും എൻ്റെ ഈഗോ എന്നെ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു നിമിഷ നേരം കൊണ്ട് വൈദികൻ എൻ്റെ ചിന്തയെ, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ നിമിഷ നേരം കൊണ്ട് ഞാൻ സ്വതന്ത്രനാവുകയാണ്. പെട്ടെന്ന് ഫ്രീഡമാണ്. അത് കാരണം പിന്നീട് ഈ കാര്യങ്ങളെല്ലാം കർത്താവാണ് ചെയ്യുന്നത്. എൻ്റെ ജോലികൾ മാത്രം ഞാൻ ചെയ്യുക, ഭംഗിയായി ചെയ്യുക എന്ന ഒരു കാര്യത്തിലേക്ക് വന്നു. ബാക്കി എല്ലാം നിയന്ത്രിക്കുന്നത് കർത്താവാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നതോടുകൂടി ഞാൻ സ്വതന്ത്രനായി. വീണ്ടും എൻ്റെ മുഖത്തേക്ക് ചിരി വന്നു, സ്നേഹം വന്നു, ആളുകളോടുള്ള ഇടപെടലുകളിൽ സന്തോഷം വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുരട് പിടിച്ചതുപോലെ ദുഃഖിതരായും ഇങ്ങനെ പിറുപിറുത്തും അസ്വസ്ഥമായും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ നിയന്ത്രണം ഞാൻ കർത്താവിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒന്നാം തെളിവാണ് നമ്മളുടെ അസ്വസ്ഥത. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥരാകുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഈഗോയാണ് ഭരണം നടത്തുന്നത്. കർത്താവിൽ ഒരു കാര്യം അർപ്പിച്ച് ചെയ്യുന്നയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കുടുംബജീവിതമാകട്ടെ, ജീവിതത്തിലെ ഫങ്ഷൻസ് ആകട്ടെ, ഉത്തരവാദിത്തങ്ങളാകട്ടെ, എന്ത് കാര്യവും കർത്താവിന് വിട്ടുകൊടുക്കുന്ന ഒരാൾ കർത്താവിന് വിട്ടുകൊടുത്താൽ പിന്നെ അസ്വസ്ഥനാവില്ല. നമ്മളൊരു കയ്യിലിരിക്കുന്ന ഒരു ക്ലോക്ക് നിർമ്മിക്കുന്ന ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഭയങ്കര ആകുലതയാണ്. അല്ലെങ്കിൽ കാറ് എന്തെങ്കിലും ഫങ്ഷനിങ് കേടാവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ ഇത് നന്നാക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ അവിടെ ഇരുന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് പിന്നെ ഒരു ഫ്രീഡമാണ്. എന്താണ്? ഇത് നന്നാവുകയാണ്. കാരണം അത് ഇരിക്കുന്നത് അത് ഉണ്ടാക്കുന്നവൻ്റെ അല്ലെങ്കിൽ നന്നാക്കാൻ അറിയാവുന്നവൻ്റെ കൈകളിലാണ്.
അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നം കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകുലത ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളത് കർത്താവിന് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവന് സ്വാതന്ത്ര്യമുണ്ടാകും. എന്താണ് കാരണം? കാരണം സുഭാഷിതങ്ങൾ 16:9 പറയാണ്, മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ച് വെക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. വീണ്ടും സുഭാഷിതങ്ങൾ തന്നെ 19:21 പറയുകയാണ്, മനുഷ്യൻ പലതും ആലോചിച്ച് വെക്കുന്നു, നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. ഇത് അതുകൊണ്ട് തന്നെ കർത്താവിന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്ത് സംഭവിച്ചാലും ഇതിൽ അവസാനം കർത്താവിൻ്റെ ഒരു ഡിസിഷനുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ഡിസിഷൻ നമുക്ക് അനുകൂലമാകുവാനായി അല്ലെങ്കിൽ നമുക്ക് സന്തോഷം പകരുന്നതാകുവാനായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം കർത്താവിന് പൂർണ്ണമായും അർപ്പിക്കുന്നതിന് മനസ്സ് നമുക്കുണ്ടായാൽ മതി. ഒന്ന്, നമ്മൾ സന്തോഷിക്കണം. രണ്ട്, കർത്താവിന് പൂർണ്ണമായിട്ട് അതിനെ സമർപ്പിച്ച് കർത്താവിൻ്റെ നിയന്ത്രണത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. കർത്താവാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അറിയണം. ഇങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് വലിയ പ്രോജക്റ്റുകളും മനോഹരമായി ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ചെയ്യാം, അതിൻ്റെ പ്ലാനിങ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാനിങ് പോലും കൃത്യമായി നടക്കത്തുള്ളൂ. അതിനാവശ്യമായ ആളുകൾ പോലും നമ്മളുടെ അടുക്കിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ എല്ലാം കൃത്യമായി ഒഴുകിയെത്തണമെങ്കിൽ, എല്ലാ വാതിലുകളും തുറക്കണമെങ്കിൽ ഇന്ന് തൊട്ട് ആനന്ദിച്ച് തുടങ്ങുക. പരിഹാരം നമ്മുടെ മുൻപിൽ ഇങ്ങോട്ട് വരും. അതെ, യേശുവിൻ്റെ ശിഷ്യന്മാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അല്ലേ, അവർ ഈ ചങ്ങലകളൊക്കെ കയ്യിൽ കിടക്കുമ്പോൾ അവരെന്താ ചെയ്തത്? അവരാനന്ദിച്ചു. അവർ ഈ ചങ്ങലകളൊക്കെ മ്യൂസിക്കാക്കി പാട്ടുപാടി അവർ ദൈവത്തെ സ്തുതിച്ചു. അവർക്കറിയാം അവർ ചെയ്യേണ്ടത് ആനന്ദിക്കുകയാണ്, ബാക്കി പ്രവർത്തിച്ചത് കർത്താവാണ്. അതുകൊണ്ട് പിന്നീട് ചങ്ങലകൾ അഴിയുകയും ആ വാതിലുകൾ തുറക്കുകയുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചങ്ങലകളാൽ കെട്ടപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ ആ ചങ്ങലകളെ ഉയർത്തി ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് ദൈവത്തിൽ ജീവിച്ചു നോക്കിക്കേ. കർത്താവ് വിടുതൽ തരുകയും വാതിലുകൾ തുറക്കപ്പെടുകയും പൂട്ടുകൾ അഴിക്കപ്പെടുകയും ചങ്ങലകൾ താഴെ വീഴുകയും നമ്മളെ തടഞ്ഞു നിൽക്കുന്നവർ അയ്യോ ഞാൻ എന്ത് ചെയ്യണം സാറെന്ന് ചോദിക്കുകയും ചെയ്യുന്ന, നമ്മളെ പ്രതികൂലിക്കുന്നവരെല്ലാം നമ്മളുടെ അടുക്കൽ എന്തു ചെയ്യണം ഞങ്ങളെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരണമെങ്കിൽ ഹൃദയം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ സമയം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര ബാഹുല്യമുള്ള, എത്ര ഭാരമുള്ള കാര്യമാണ് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും അങ്ങയിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിലൂടെ അതിൽ വിജയം വരിക്കുന്ന വലിയ മക്കളായി, ഇച്ഛാശക്തിയുള്ള, നന്മകൾ ചെയ്യുന്നതിൽ വിജയം പ്രാപിക്കുന്ന, എപ്പോഴും എല്ലായിടത്തും യേശു ക്രിസ്തുവിൽ വിജയം വരിക്കുന്നവരായി തീരുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. അതിനായി ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.